എല്ലാവർക്കും ആത്മനമസ്കാരം. ദേവി മാഹാത്മ്യം മധ്യമചരിതം 3-ാം അധ്യായം. മഹിഷാസുര വധം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഈ 3-ാം അധ്യായത്തിൽ ആദ്യം തന്നെ ദേവിയുടെ ഭൂതഗണങ്ങൾ, അതായത് ദേവീഗണങ്ങളെല്ലാം ചേർന്ന് മഹിഷാസുരന്റെ സൈന്യത്തിലെ പ്രധാന സൈനിക നേതാക്കന്മാരെ എല്ലാം കൊന്നൊടുക്കുന്നതായി നമ്മൾ കണ്ടു. തൻ്റെ സൈന്യത്തിനേൽക്കുന്ന ഈ പരാജയം കണ്ട് സഹിക്കാൻ കഴിയാതെ മഹിഷാസുരൻ ഒരു മഹിഷത്തിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു പോത്തിന്റെ രൂപത്തിൽ ദേവിയുടെ ഭൂതഗണങ്ങളെ ഭയപ്പെടുത്തുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് പോത്തിന്റെ രൂപം ധരിച്ചുള്ള മഹിഷാസുരന്റെ ആ പരാക്രമങ്ങളാണ് തുടർന്ന് 21-ാമത്തെ ശ്ലോകം മുതൽ കാണുന്നത്. കാശ്ചിത് തുണ്ടപ്രഹാരേണ ഖുരക്ഷേപൈഹി തഥാ അപരാൻ ലാംഗുല താഡിതാൻ ച അന്യാൻ ശൃംഗാഭ്യാം ച വിദാരിതാൻ. 22-ാമത്തെ ശ്ലോകം. വേഗേന കാശ്ചിത് അപരാൻ നാദേന ഭ്രമണേന ച നിശ്വാസ പവനേന അന്യാൻ പാതയാമാസ ഭൂതലേ. ഇവിടെ പോത്തിന്റെ രൂപത്തിലുള്ള മഹിഷാസുരന്റെ പരാക്രമങ്ങളാണ് ഇവിടെ പറയുന്നത്. കാശ്ചിത്, അതായത് ദേവിയുടെ ഗണത്തിൽ ചില ദേവീ ഗണങ്ങളെ തുണ്ടപ്രഹരേണ, തൻ്റെ മുഖം കൊണ്ട് തട്ടി ഇടിച്ചിട്ടു എന്ന. പോത്തിന്റെ മുഖമല്ലേ, വളരെ വലിയ രൂപമാണ്. അപ്പോൾ തൻ്റെ ആ വലിയ മുഖം കൊണ്ട് ദേവീ ഗണങ്ങളിൽ ചിലരെ തട്ടിയിട്ടു. ഇനി തഥാ അപരാൻ, അതുപോലെ വേറെ ചിലരെ ഖുരക്ഷേപൈ, അതായത് മറ്റു ചിലരെ കുളമ്പുകൊണ്ട് ചവിട്ടിയിട്ടു. അതാണ് ഖുരക്ഷേപൈ, കുളമ്പുകൊണ്ട് ചവിട്ടിയിട്ടു. ഇനി ച അന്യാൻ, മറ്റു ചിലരെ ലാംഗുല താഡിതാൻ, വാലുകൊണ്ട് അടിച്ചിട്ടു. ഇനി വേറെ ചിലരെ ശൃംഗാഭ്യാം, അതായത് കൊമ്പുകൊണ്ട് വിദാരിതാൻ, കുത്തിക്കീറിയിട്ടു. ഇനി കാശ്ചിത് അപരാൻ, മറ്റു ചിലരെ വേഗേന, ആ വേഗം കൊണ്ട്, അതായത് നല്ല സ്പീഡിൽ വേഗത്തിൽ അങ്ങോട്ട് ഓടുമ്പോൾ ആ വേഗം കൊണ്ട് ഇടിച്ചിട്ടു, ആ വേഗത കൊണ്ട് ഇടിച്ചിട്ടു. ഇനി വേറെ ചിലരെ നാദേന, അതായത് ആ മുക്രയിടുന്ന ശബ്ദം കൊണ്ട് ഭയപ്പെടുത്തിയിട്ടു. ഇനി മറ്റു ചിലരെ ഭ്രമണേന എന്ന് വെച്ചാൽ ആ ചുറ്റിക്കറങ്ങൽ, അതായത് ഈ പോത്തിന്റെ രൂപത്തിലെ ദേവീഗണങ്ങളുടെ ഇടയിൽ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുകയാണ് വളരെ വേഗത്തിൽ. ആ വട്ടം കറങ്ങലിൽ കുറെ പേര് ഇടിച്ചിട്ടു. അതാണ് ഭ്രമണേന. ചിലരെ ചുറ്റിക്കറങ്ങൽ കൊണ്ട് ഇടിച്ചിട്ടു, ചിലരെ മുക്രയിടുന്ന ശബ്ദം കൊണ്ട് ഭയപ്പെടുത്തിയിട്ടു, ചിലരെ അതിവേഗത്തിൽ ഓടിക്കൊണ്ട് ഇടിച്ചിട്ടു. ഇനി അന്യാൻ, മറ്റു ചിലരെ നിശ്വാസ പവനേന, അതായത് ആ ശ്വാസവായു കൊണ്ട്, ആ ശ്വാസവായു, ശക്തിയായിട്ടുള്ള ശ്വാസവായു, ഒരു കാറ്റു പോകുന്ന പോലെ ശ്വാസവായു കൊണ്ട് ചിലരെ വീഴ്ത്തി. അങ്ങനെ പാതയാമാസ ഭൂതലെ, ദേവീഗണങ്ങളിൽ കുറെ പേരെ ആ മഹിഷാസുരൻ ഭൂമിയിൽ പതിപ്പിച്ചു, നിലം പതിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവി ഏകദേശം, മുഴുവനായിട്ടുമല്ല എന്നാലും ഒരു ഏകദേശം ദേവിക്കൊത്തൊരു എതിരാളി തന്നെയായിരുന്നു മഹിഷാസുരൻ എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ദേവീഗണങ്ങളിൽ ചിലരെ മുഖം കൊണ്ട്, ആ പോത്തിന്റെ മുഖം കൊണ്ടും തട്ടിയും, മറ്റു ചിലരെ കുളമ്പുകൊണ്ട് ചവിട്ടിയും, വേറെ ചിലരെ വാലുകൊണ്ട് അടിച്ചും, മറ്റു ചിലരെ കൊമ്പുകൊണ്ട് കുത്തിക്കീറിയും, ചിലരെ ആ വേഗത കൊണ്ടും, വേറെ ചിലരെ മുക്രയിടുന്ന ശബ്ദം കൊണ്ടും, മറ്റു ചിലരെ ചുറ്റിക്കറങ്ങൽ കൊണ്ടും, ചിലരെ ശ്വാസവായു കൊണ്ടും മഹിഷാസുരൻ നിലം പതിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 23. നിപാത്യ പ്രമഥാനീകം അഭ്യധാവത സഹ അസുരഃ സിംഹം ഹന്തും മഹാദേവ്യാഃ കോപം ചക്രേ തതഃ അംബിക. സഹ അസുരഃ, ആ മഹിഷാസുരൻ, പ്രമഥാനീകം, അതായത് ദേവിയുടെ, ഇപ്രകാരം ദേവിയുടെ ഭൂതഗണങ്ങളെ നിപാത്യ, താഴെ വീഴ്ത്തിയിട്ട്,
അതിനുശേഷം മഹാദേവിയുടെ സിംഹത്തെ ഹന്തും വധിക്കുവാനായിട്ട് കൊല്ലുവാനായിട്ട് അഭ്യതാവത ഓടിച്ചെന്നപ്പോൾ അത് കണ്ട ദേവിക്ക് തതഹ അംബിക, അപ്പോൾ ആ ദേവിക്ക് കോപം വന്നു എന്നാണ് പറയുന്നത്. അസുരൻ ദേവിയുടെ ഭൂതഗണങ്ങളെയൊക്കെ നിലത്ത് വീഴ്ത്തിയിട്ട് ദേവിയുടെ സിംഹത്തെ വധിക്കുവാനായിട്ട് പാഞ്ഞു ചെല്ലുന്നത് കണ്ടപ്പോൾ ദേവിക്ക് കോപം വന്നു. ശ്ലോകം 24. സഹ അഭി കോപാത് മഹാവീര്യഃ ഘുരക്ഷുണ്ണ മഹീതലഃ ശൃംഗാഭ്യാം പർവതാൻ ഉച്ചാൻ ചിക്ഷേപ ച നനാദ ച. സഹ അഭി, ആ മഹിഷാസുരനും മഹാവീരനായിട്ടുള്ള ആ മഹിഷാസുരനും കോപം വന്നിട്ട് കുരക്ഷണ്ണ മഹീതല, തൻ്റെ കുളമ്പുകൊണ്ട് മണ്ണിൽ, കുരക്ഷണം കുളമ്പുകൊണ്ട് ആ മണ്ണിൽ മാന്തിയും, ശൃംഗാഭ്യാം പർവതാൻ ഉച്ചാൻ ചിക്ഷേപ, അതായത് ശൃംഗാഭ്യാം കൊമ്പുകൊണ്ട് പർവതാൻ ഉച്ചാൻ വലിയ വലിയ പർവ്വതങ്ങളെയെല്ലാം ചിക്ഷേപ തട്ടിയെറിഞ്ഞും, നനാദച ആർ തട്ടഹസിച്ചു എന്ന്. ദേവിക്ക് കോപം വന്നപ്പോൾ മഹിഷാസുരനും കോപം വന്നു. എന്നിട്ട് ആ കുളമ്പ് കൊണ്ട് മണ്ണിൽ മാന്തിയും, ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണ്. കൊമ്പുകൊണ്ട് വലിയ വലിയ പർവ്വതങ്ങളെയൊക്കെ തട്ടിത്തെറിപ്പിച്ചും ഉറക്കെ ആർ തട്ടഹസിച്ചു. ശ്ലോകം 25. വേഗ ഭ്രമണ വിക്ഷുണ്ണ മഹി തസ്യ വ്യശീര്യത ലാംഗുലേന ആഹതഃ ച അബ്ദിഃ പ്ലാവയാമാസ സർവദഃ ധൃത ശൃംഗ വിഭിന്നാഃ ച ഖണ്ഡം ഖണ്ഡം യയുഃ ഘനാഃ ശ്വാസ അനിലാഃ താഃ ശതശഃ നിപേതുഃ നഭസഃ അചലഃ. തസ്യ, അവന്റെ, ആ മഹിഷാസുരന്റെ വേഗഭ്രമണ, അതിവേഗത്തിലുള്ള ആ ചുറ്റിക്കറങ്ങൽ കൊണ്ട് മഹി, അതുമൂലം മഹി ഭൂപ്രദേശം വിക്ഷുണ്ണ വ്യശീര്യത, അതായത് തകർന്നുപോയിന്ന്. അതിവേഗം മഹിഷാസുരൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന ആ ഭ്രമണത്താൽ ഭൂമി തകർന്നുപോയി. ഇനി ലാംഗുലേന ആഹതഃ അബ്ദി, അബ്ദി എന്ന് വെച്ചാൽ സമുദ്രത്തിൽ, ലാംഗുലേന ആഹതഃ വാലുകൊണ്ട് അടിച്ചതു മൂലം, പ്ലാവയാമാസ സർവദഃ സമുദ്രം കരയിൽ എല്ലായിടത്തേക്കും ഇരമ്പിക്കയറി. ഇനി ദുത ശൃംഗ വിഭിന്നാഹ ച ഖണ്ഡം ഖണ്ഡം യയുഃ ഘന, ഘന എന്ന് വെച്ചാല് ആകാശത്തിലെ മേഘങ്ങളെല്ലാം, ദുത ശൃംഗ വിഭിന്നാശ്ച അവൻ കൊമ്പുകൊണ്ട് അടിച്ചതുകൊണ്ട്, നഭസഹ ആകാശത്ത് നിന്നും, ഖണ്ഡം ഖണ്ഡം അതായത് കഷ്ണം കഷ്ണമായിട്ട് നുറുങ്ങി വീണു. മേഘങ്ങളെയെല്ലാം ഇവൻ, ഈ പോത്തിന്റെ മഹിഷാസുരൻ ആ പോത്തിന്റെ വാലുകൊണ്ട് അടിച്ചപ്പോൾ, ആ വാലിനാൽ അടിയേറ്റപ്പോൾ ആകാശത്ത് നിന്നും മേഘങ്ങൾ നുറുങ്ങി വീണു. ഇനി ശ്വാസ അനിലാഹാത്ത, അവന്റെ ദീർഘ ആ ശ്വാസമേറ്റിട്ട്, അചലഹ പർവ്വതങ്ങൾ പോലും ആകാശത്ത് നിന്നും ശതശഃ നിപേതു 100 കഷ്ണങ്ങളായി നിലംപതിച്ചു എന്ന്. അപ്പൊ മഹിഷാസുരന്റെ അതിവേഗത്തിലുള്ള ചുറ്റിക്കറങ്ങൽ കാരണം ഭൂമി മുഴുവൻ തകർന്നു. സമുദ്രത്തിൽ വാലുകൊണ്ടടിച്ചപ്പോൾ സമുദ്രജലം കരയിലേക്ക് കയറി ഭൂമിയിൽ വെള്ളം കയറാൻ തുടങ്ങി. അതുപോലെ അവൻ കൊമ്പുകൊണ്ട് അടിച്ചതുകൊണ്ട് ആകാശത്ത് നിന്നും മേഘങ്ങൾ കഷ്ണം കഷ്ണമായി നുറുങ്ങി വീണു. അവന്റെ ദീർഘശ്വാസം ഏറ്റിട്ട് പർവ്വതങ്ങൾ പോലും ആകാശത്ത് നിന്നും 100 കഷ്ണങ്ങളായി താഴേക്ക് പതിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതി ക്രോധ സമാത്മാദം ആപതന്തം മഹാസുരം ദൃഷ്ട്വാ സാ ചണ്ഡികാ കോപം തദ്വധായ തഥാ അകരോത്. ഇതി, ഇപ്രകാരം മഹാസുരം, ആ മഹിഷാസുരൻ ക്രോധ സമാത്മാദം കോപത്തോടുകൂടി, ആപതന്തം തൻ്റെ നേരെ ആർത്തടുക്കുന്നത്, ദൃഷ്ട്വ കണ്ട, സഹ ചണ്ഡിക ആ ദേവി, ചണ്ഡികാ ദേവി കോപിഷ്ഠയായിട്ട്, തദ്വധായ തഥാ അകരോത് അവനെ കൊല്ലുവാനായിട്ട് തന്നെ തീരുമാനിച്ചു എന്ന്. അപ്പോൾ മഹിഷാസുരന്റെ ഇപ്രകാരത്തിലുള്ള പരാക്രമങ്ങൾ കണ്ട് തൻ്റെ നേരെ ആർത്തെടുക്കുന്ന അവനെ കോപിഷ്ഠയായ ആ ദേവി അതോടെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. സാ
ക്ഷിപ്ത്വാ തസ്യ വൈ പാശം തം ബബന്ത മഹാസുരം തത്യാജ മാഹിഷം രൂപം സഹ അഭി ബദ്ധോ മഹാമൃതേ. മഹാമൃതേ, ആ മഹായുദ്ധത്തിൽ ആ ദേവി തസ്യ ആ മഹിഷാസുരന്റെ നേരെ വൈ പാശം ക്ഷിപ്ത്വ പാശായുധം എറിഞ്ഞ് തം മഹാസുരം ബബന്ത ആ മഹിഷാസുരനെ ബന്ധിച്ചു. സഹ അഭിബദ്ധ അങ്ങനെ ബന്ധിക്കപ്പെട്ടുവെങ്കിലും അവൻ തത്യാജ മാഹിഷം രൂപം ഉടൻ തന്നെ അവന്റെ മഹിഷരൂപം കൈവിട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ദേവി അവനെ മഹിഷാസുരനെ വധിക്കാൻ തീരുമാനിച്ച് ആദ്യം തന്നെ അവന്റെ നേർക്ക് പാശായുധമാണ് പ്രയോഗിച്ചത്. അങ്ങനെ അവനെ ബന്ധിച്ചു. അപ്പോൾ ഒരു പോത്തിനെ എത്രയും പെട്ടെന്ന് ബന്ധിക്കാൻ എളുപ്പമാണ്, വളരെ എളുപ്പത്തിൽ പോത്തിനെ കെട്ടിയിടാം. പക്ഷെ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയ മഹിഷാസുരൻ കെട്ടപ്പെട്ടു എങ്കിൽ പോലും ഉടൻ തന്നെ ആ പോത്തിന്റെ രൂപത്തെ അങ്ങ് കൈവിട്ടു എന്ന്. തതഃ സിംഹ അഭവത് സദ്യഃ യാവത് തസ്യ അംബികാ ശിരഃ ചിനത്തി താവത് പുരുഷഃ ഗഡ്ഗപാണി അദൃശ്യതഃ. തതഃ അപ്പോൾ തന്നെ, അതായത് പോത്തിനെ കെട്ടിയിടാൻ നോക്കിയപ്പോൾ മഹിഷാസുരൻ ആ പോത്തിന്റെ രൂപം ഉപേക്ഷിച്ചു. ഉടൻ തന്നെ ഒരു വളരെ പെട്ടെന്ന് സിംഹ അഭവത്, അതായത് ഒരു സിംഹത്തിന്റെ രൂപത്തെ സ്വീകരിച്ചു. എന്നാൽ ഉടൻ തന്നെ അംബിക ആ ദേവി അവന്റെ തസ്യ ശിരസഹ അവന്റെ ആ സിംഹത്തിന്റെ ശിരസ് യാവത് അതായത് ഛേദിക്കുവാനായിട്ട് ഒരുമ്പിട്ടപ്പോൾ താവത് അപ്പോൾ തന്നെ പുരുഷഃ ഗഡ്ഗപാണി അദൃശ്യതഃ ഉടൻ തന്നെ അവൻ ഒരു വാളേന്തിയ പുരുഷന്റെ രൂപത്തിൽ കാണപ്പെട്ടു. അപ്പൊ മഹിഷാസുരന്റെ മായാപ്രയോഗങ്ങളാണ് ഇവിടെ കാണുന്നത്. ആദ്യം പോത്തിന്റെ രൂപത്തിൽ വന്നു, എന്നിട്ട് ദേവിയുടെ ഭൂതഗണങ്ങളെയൊക്കെ നിലം പതിപ്പിച്ചു. സിംഹത്തെ വധിക്കാൻ നോക്കിയപ്പോഴാണ് ദേവിക്ക് കോപം വന്നത്. അതിനുശേഷം ദേവി പാശായുധം പ്രയോഗിച്ച് അവനെ കെട്ടിയിടാൻ നോക്കിയപ്പോഴേക്കും പോത്തിന്റെ രൂപം ഉപേക്ഷിച്ച് സിംഹത്തിന്റെ രൂപം സ്വീകരിച്ചു. അപ്പൊ ദേവി ആ സിംഹത്തിന്റെ ശിരസ് ഛേദിക്കാനായി വന്നപ്പോഴേക്കും ഉടൻ തന്നെ ആ സിംഹത്തിന്റെ രൂപം ഉപേക്ഷിച്ച് വാളേന്തിയ ഒരു പുരുഷന്റെ രൂപത്തിൽ മഹിഷാസുരനെ കാണപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. തതഃ ഏവ ആശു പുരുഷം ദേവി ചിച്ഛേദ സായകൈഃ തം ഗഡ്ഗചർമ്മണാ സാർദ്ധം തതഃ സഹ അഭൂത് മഹാഗജഃ. തതഃ അനന്തരം ദേവി ആ ദേവി ഏവമാശു വളരെ പെട്ടെന്ന് തന്നെ സായകൈഹി തൻ്റെ അമ്പെയ്ത് തം പുരുഷം ആ പുരുഷനെയും തം ഗഡ്ഗചർമ്മണ അവന്റെ വാളിനെയും പരിചയെയും സാർദ്ധം ഒരുമിച്ച് രണ്ടിനെയും കൂടി ചിച്ഛേദ മുറിച്ചു കളഞ്ഞു. തതഃ അപ്പോൾ തന്നെ സഹ അവൻ അഭൂത് മഹാഗജഃ ഒരു മഹാഗജമായി ആനയുടെ രൂപത്തിലേക്ക് മാറി എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ സിംഹത്തിന്റെ രൂപത്തിൽ നിന്നും പോത്തിന്റെ രൂപത്തിൽ നിന്നും സിംഹത്തിലേക്കും സിംഹത്തിന്റെ രൂപത്തിൽ നിന്നും പുരുഷന്റെ രൂപത്തിലേക്കും പ്രവേശിച്ചപ്പോൾ ദേവി തന്റെ അമ്പെയ്ത് ആ പുരുഷനെയും അവന്റെ വാളും പരിചയും ഒരുമിച്ച് ഛേദിച്ച് മുറിച്ചു കളയാൻ ശ്രമിച്ചപ്പോൾ ഉടനെ തന്നെ അവൻ ഒരു വലിയ ഒരു ആനയുടെ രൂപത്തിലേക്ക് മാറി. കരേണ ച മഹാസിംഹം തം ചകർഷ ജഗർജ ച ഹർഷദഃ തു കരം ദേവി ഗഡ്ഗേന നിരകൃന്ദത. മഹാഗജത്തിന്റെ രൂപം സ്വീകരിച്ച മഹിഷാസുരൻ ദേവിയുടെ മഹാസിംഹം ദേവിയുടെ വാഹനമായ സിംഹത്തെ കരേണ തന്റെ തുമ്പിക്കൈ കൊണ്ട് ചകർഷ പിടിച്ചു വലിക്കുകയും ജഗർജ ഉറക്കെ ഗർജിക്കുകയും ചെയ്തു. അപ്പോ ആനയുടെ രൂപം സ്വീകരിച്ച മഹിഷാസുരൻ ദേവിയുടെ വാഹനമായ സിംഹത്തെ തന്റെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു വലിച്ച് ഉറക്കെ അലറുകയും ഗർജിക്കുകയും ചെയ്തു. എന്നാൽ ദേവിയാകട്ടെ ദേവി ഹർഷദഃ ആ പിടിച്ചു വലിക്കുന്ന ആനയുടെ തുമ്പിക്കൈ ഗഡ്ഗേന നിരകൃന്ദത വാളുകൊണ്ടങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പൊ മഹാഗജം ദേവിയുടെ സിംഹത്തെ പിടിച്ചു വലിക്കാൻ തുടങ്ങിയപ്പോൾ ദേവി തന്റെ വാളുകൊണ്ട് ആ ആനയുടെ
തുമ്പിക്കൈ വെട്ടിക്കളഞ്ഞു. തതോ മഹാസുരോ ഭൂയോ മാഹിഷം വപുഃ ആസ്ഥിതഃ തദാ ഏവ ക്ഷോഭയാമാസ ത്രൈലോക്യം സചരാചരം. തതഃ അപ്പോൾ മഹാസുരൻ ഭൂയഃ വീണ്ടും മാഹിഷം വപു ആസ്ഥിത മാഹിഷത്തിന്റെ പോത്തിന്റെ രൂപം തന്നെ എടുക്കുകയും ചെയ്തു. എന്നിട്ട് തദായേവ അതേപോലെ തന്നെ പഴയതുപോലെ തന്നെ ത്രൈലോക്യം സചരാചരം സർവചരാചരങ്ങളോടും കൂടിയ 3 ലോകങ്ങളെയും ക്ഷോഭയാമാസ ഇളക്കി മറിക്കുകയും ചെയ്തു എന്ന്. അപ്പൊ മഹാഗജത്തിന്റെ രൂപം സ്വീകരിച്ച് ദേവിയുടെ സിംഹത്തെ പിടിച്ചു വലിച്ചപ്പോൾ ദേവി ആ ആനയുടെ തുമ്പിക്കൈ വെട്ടിക്കളഞ്ഞു. അപ്പോൾ മഹിഷാസുരൻ വീണ്ടും പഴയതുപോലെ പോത്തിന്റെ രൂപം തന്നെ സ്വീകരിച്ചിട്ട് 3 ലോകങ്ങളെയും അങ്ങ് ഇളക്കി മറിക്കാൻ തുടങ്ങിയെന്ന് ആ മഹിഷത്തിന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട്. തതഃ ക്രുദ്ധ ജഗന്മാത ചണ്ഡിക പാനമുത്തമം പപൗ പുനഃ പുനഃ ച ഏവ ജഹാസ അരുണലോചന. തതഃ അനന്തരം ജഗന്മാതാ ചണ്ഡിക ലോകജനനിയായ ചണ്ഡികാദേവി ക്രുദ്ധഃ കോപം കൊണ്ട് അരുണലോചന കണ്ണുകൾ ചുവന്നവളായി പുനഃ പുനഃ വീണ്ടും വീണ്ടും പാനം ഉത്തമം പബൗ ഉത്തമമായ മധു കുടിച്ചുകൊണ്ട് പാനം ചെയ്തുകൊണ്ട് ജഹാസ ഉറക്കെ അട്ടഹസിച്ചു ചിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ദേവി കോപിഷ്ടയാണ് ഇതൊക്കെ കണ്ടിട്ട്. എങ്കിൽ പോലും ദേവി ആ കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടുകൂടി നിൽക്കുന്ന ആ ദേവി അപ്പോഴും ഉത്തമമായ മധുപാനം ചെയ്തുകൊണ്ട് ഉറക്കെ അട്ടഹസിച്ചു. ശ്ലോകം 34. നനർദ ച അസുരഃ സഹ അഭി ബലവീര്യമദോദ്ധതഃ വിഷാണാഭ്യാം ച ചിക്ഷേപ ചണ്ഡികാം പ്രതി ഭൂധരാൻ. അപ്പോൾ സഹ അഭി ആ അസുരൻ മഹിഷാസുരൻ ബലവീര്യ തൻ്റെ ബലത്തിലും വീര്യത്തിലും മദോദ്ധത അഹങ്കരിച്ചുകൊണ്ട് ദേവി അട്ടഹസിച്ചപ്പോൾ തിരിച്ച് നനർദ ഉറക്കെ അട്ടഹസിച്ചു. അതിനുശേഷം വിഷാണാഭ്യാം തൻ്റെ കൊമ്പുകൾ കൊണ്ട് ഭൂധരാൻ വലിയ വലിയ പർവ്വതങ്ങളെ ചണ്ഡികാം പ്രതി ചണ്ഡികാദേവിയുടെ നേർക്ക് ചിക്ഷേപ തട്ടിയെറിയുകയും ചെയ്തു എന്ന്. മഹിഷാസുരന്റെ പരാക്രമങ്ങൾ കണ്ട് ദേവി കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടുകൂടി നിൽക്കുന്നവളാണെങ്കിൽ പോലും മധു കുടിച്ച് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ദേവിയുടെ ചിരി കണ്ടപ്പോൾ മഹിഷാസുരനും തൻ്റെ ബലത്തിലും വീര്യത്തിലും അഹങ്കരിച്ച് അതിനുത്തരമായിട്ട് മഹിഷാസുരനും ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് ചിരിച്ചു. മാത്രമല്ല അപ്പൊ പുത്തിന്റെ രൂപമാണല്ലോ, അപ്പൊ തൻ്റെ കൊമ്പുകൾ കൊണ്ട് വലിയ വലിയ മലകളെയൊക്കെ അങ്ങ് ദേവിയുടെ നേർക്ക് തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. സാ ച താൻ പ്രഹിതാം തേന ചൂർണയന്തി ശരോത്കരൈഃ ഉവാച തം മദ ഉദ്ദൂത മുഖരാഗ ആകുലാക്ഷരം. മദ ഉദ്ദൂത മുഖരാഗ ആകുലാക്ഷരം. സഹാ ച ആ ദേവിയാകട്ടെ തേന പ്രഹിതാം അവനാൽ എറിയപ്പെട്ട താൻ ആ മലകളെ ശരോത്കരൈഹി തൻ്റെ ബാണങ്ങൾ കൊണ്ട് ചൂർണയന്തി പൊടിച്ചു കളഞ്ഞിട്ട് അതിനുശേഷം മദ ഉദ്ദൂത മുഖരാഗം അതായത് മദ്യം കുടിച്ച് ആ മധു പാനം ചെയ്ത് വർദ്ധിച്ചു വന്ന ചുവപ്പ് നിറത്തോടു കൂടിയ മുഖം, മനസ്സിലായ? അതാണ് മുഖരാഗം, ചുവന്ന മുഖവും അതോടൊപ്പം തന്നെ കോപം കൊണ്ട് അസ്പഷ്ടമായ അക്ഷരം, അതാണ് ആകുലാക്ഷരം. സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, അതാണ് അസ്പഷ്ടമായ അക്ഷരങ്ങളോടും. കോപം കൊണ്ടും മധു കുടിച്ച ലഹരിയും രണ്ടും കൊണ്ട് ദേവിയുടെ വാക്കുകൾ അത്ര സ്പഷ്ടമായിരുന്നില്ല എന്നർത്ഥം. അപ്പൊ മദ്യലഹരിയിൽ വർദ്ധിച്ച ചുവപ്പ് നിറത്തോടു കൂടിയ മുഖവും അതുപോലെ കോപം കൊണ്ട് അസ്പഷ്ടമായ അക്ഷരങ്ങളോടെയും ദേവി തം ഉവാച ആ മഹിഷാസുരനോടായിട്ട് ഇപ്രകാരം പറഞ്ഞു എന്ന്. അപ്പോ മഹിഷാസുരൻ ദേവിയുടെ നേർക്ക് മലകളെല്ലാം തട്ടിത്തെറിപ്പിച്ചപ്പോൾ ദേവി തൻ്റെ ബാണങ്ങൾ കൊണ്ട് ആ മലകളെ പൊടിച്ചു കളഞ്ഞു. അതിനുശേഷം മദ്യലഹരിയിൽ ചുവന്ന് തുടുത്തു നിൽക്കുന്ന മുഖവും കോപം കൊണ്ട് അസ്പഷ്ടമായ വാക്കുകളോടും അക്ഷരങ്ങളോടും കൂടി ദേവി മഹിഷാസുരനോട് ഇപ്രകാരം പറഞ്ഞു. ദേവി ഉവാച ഗർജ ഗർജ ക്ഷണം മൂഢ
മധു യാവത് പിബാമി അഹം മയാ ത്വയി ഹതേ അത്രയേവ ഗർജിഷ്യന്തി ആശു ദേവതാഹ. ഹേ മൂഢ, അല്ലയോ മൂഢ, യാവത് എപ്പോഴാണോ, എത്ര നേരമാണോ, അഹം പിബാമി മധു, ഞാൻ ഈ മധു സേവിച്ചു തീരുന്നത്, ക്ഷണം അത്രയും നേരം, ഗർജ ഗർജ നീ ഇങ്ങനെ ഉറക്കെ അലറിക്കൊള്ളുക, മയാ ത്വയി ഹതേ ഞാൻ നിന്നെ കൊന്നു കഴിയുമ്പോൾ, അത്രയേവ ഇവിടെ തന്നെ, ആശു വളരെ പെട്ടെന്ന് തന്നെ, പിന്നെ നിന്റെ അലർച്ചയായിരിക്കുകയില്ല, ദേവതാ ദേവന്മാർ, ഗർജിഷ്യന്തി അതായത് ഇതുപോലെ അവരും അലറും സന്തോഷം കൊണ്ട് എന്ന്. അല്ലയോ മൂഢ, നീ ഉറക്കെ അലറിക്കൊള്ളൂ, ഞാൻ ഈ മധുപാനം ചെയ്ത് തീർക്കുന്നത് വരെയുള്ള സമയം, ആ ഒരു ക്ഷണം നേരം നീ ഗർജിച്ചു കൊള്ളുക. ഞാൻ നിന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മുഴങ്ങിക്കേൾക്കുക നിന്റെ ഗർജനമായിരിക്കുകയില്ല, സന്തോഷം കൊണ്ട് ദേവന്മാരായിരിക്കും ഇതുപോലെ അലറുക എന്നാണ് ദേവി ആദ്യം പറഞ്ഞത്. ഋഷിരുവാച ഏവം ഉക്ത്വാ സമുത്പത്യ സാ ആരൂഢ തം മഹാസുരം പാദേന ആക്രമ്യ കണ്ഡേ ച ശൂലേന ഏനം അതാടയത്ത്. ഋഷിരുവാച, അതായത് ഇവിടെ സുമേധസ്സു മഹർഷിയാണ് സുരത മഹാരാജാവിന് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുകയാണ്, സാ ആ ദേവി, ഏവം ഉക്ത്വ ഇപ്രകാരം പറഞ്ഞിട്ട്, തം മഹാസുരം ആ മഹിഷാസുരന്റെ, സമുത്പത്യ മേൽ ചാടിക്കയറി, പാദേന ആക്രമ്യ കാലുകൊണ്ട് അവനെ ചവിട്ടി അമർത്തിയിട്ട്, കണ്ടേച്ച അവന്റെ കഴുത്തിൽ ശൂലം കൊണ്ട് അതാടയത്ത് കുത്തിയിറക്കി എന്ന്. അപ്പൊ ദേവി ഇങ്ങനെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ. അത്രയും പറഞ്ഞിട്ട് ആ മഹിഷാസുരന്റെ മേൽ ചാടിക്കയറി കാലുകൊണ്ട് അവനെ ചവിട്ടി അമർത്തി അവന്റെ കഴുത്തിൽ ശൂലം കൊണ്ട് കുത്തിയിറക്കി. തതഃ സഹ അപി പാദ ആക്രാന്തഃ തയാ നിജമുഖാത് തതഃ അർദ്ധ നിഷ്ക്രാന്ത ഏവ അതിദേവ്യാ വീര്യേണ സംവൃതഃ. തതഃ അനന്തരം ദേവി അവന്റെ കഴുത്തിൽ ശൂലം കൊണ്ട് കുത്തിയിറക്കിയപ്പോൾ, ആ സമയത്ത് സഹ അപി അവൻ, തയാ ആ ദേവിയാൽ, പദ ആക്രാന്ത അതായത് കാലുകൊണ്ട് അമർത്തപ്പെട്ടവനാണെങ്കിൽ പോലും, തതഹ നിജമുഖാത്ത് അവന്റെ ആ പോത്തിന്റെ മഹിഷത്തിന്റെ മുഖത്ത് നിന്നും സ്വന്തം രൂപത്തിൽ, അർദ്ധനിഷ്ക്രാന്ത സ്വന്തം രൂപത്തിൽ പുറത്തു വരാൻ ശ്രമിച്ചു എങ്കിലും അത് പൂർണ്ണമായും സാധിച്ചില്ല. അതാണ് അർദ്ധ നിഷ്ക്രാന്ത. പകുതി മാത്രം നിഷ്ക്രമിച്ചപ്പോൾ തന്നെ ദേവി, ആ അതിദേവി, ആ ദേവി വീര്യേണ സ്വന്തം വീര്യത്താൽ, സംവൃത അതിസംവൃത അതായത് അതിനെ അങ്ങ് തടസ്സപ്പെടുത്തിയെന്ന്, സ്തബ്ധനാക്കി കളഞ്ഞു അവനെ എന്നാണ് പറയുന്നത്. അപ്പോ ദേവി കഴുത്തിൽ ശൂലം കൊണ്ട് കുത്തിയിറക്കുന്ന നേരം, അങ്ങനെ കാലുകൊണ്ടും ശൂലം കൊണ്ടും അമർത്തപ്പെട്ടവനാണെങ്കിൽ പോലും ആ സമയത്ത് മായ കാണിക്കാൻ മഹിഷാസുരൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. മഹിഷാസുരൻ ആ പോത്തിന്റെ മുഖത്ത് നിന്നും സ്വന്തം രൂപത്തിലേക്ക്, യഥാർത്ഥ രൂപത്തിലേക്ക് വരാനായിട്ട് പുറത്തു വരാൻ ശ്രമിച്ചു. അപ്പൊ പകുതി മാത്രമേ സാധിച്ചുള്ളൂ. അതാണ് അർദ്ധനിഷ്ക്രാന്ത എന്ന് പറയുന്നത്. പകുതി സ്വന്തം രൂപത്തിലേക്ക് പകുതി വന്നപ്പോൾ തന്നെ ദേവി അവൻ തന്റെ സ്വന്തം ശക്തിയാൽ, ആ വീര്യം കൊണ്ട് അവനെ സ്തബ്ധനാക്കി. അപ്പൊ അവന് പൂർണ്ണമായ സ്വന്തം യഥാർത്ഥ രൂപത്തിലേക്ക് വരാൻ സാധിച്ചില്ല. പകുതി പോത്തിന്റെയും പകുതി യഥാർത്ഥ രൂപത്തിലും ആയി നിന്നുപോയി, അവൻ സ്തബ്ധനായി പോയി എന്നാണ് പറഞ്ഞു വെച്ചത്. അർദ്ധ നിഷ്ക്രാന്ത ഏവ അസൗ യുധ്യമാനോ മഹാസുരഃ തയാ മഹാ അസിനാ ദേവ്യാ ശിരച്ഛിത്വാ നിപാതിതഃ. അർദ്ധ നിഷ്ക്രാന്ത ഏവ അസൗ, പകുതി യഥാർത്ഥ രൂപത്തിലേക്ക് പുറത്തു വന്നവൻ ആണെങ്കിൽ പോലും ആ മഹിഷാസുരൻ യുദ്ധ്യമാനോ ദേവിയോട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ദേവിയാകട്ടെ മഹാസിന തന്റെ വാളുകൊണ്ട് അവന്റെ ശിരസ്സിനെ ഛേദിച്ച് മുറിച്ച് നിപാതിത ഭൂമിയിൽ പതിപ്പിച്ചു എന്ന്. അപ്പോ പോത്തിന്റെ രൂപത്തിൽ നിന്നും
യഥാർത്ഥ രൂപത്തിലേക്ക് മാറാൻ അവൻ ശ്രമിച്ചെങ്കിലും അവന് പകുതിയെ സാധിച്ചുള്ളൂ. അപ്പൊ പകുതി യഥാർത്ഥ രൂപത്തിലേക്ക് പുറത്തു വന്നു. അപ്പോൾ പകുതി വന്ന ആ രൂപത്തിൽ പോലും അവൻ ദേവിയെ വെറുതെ വിടാനല്ല, ദേവിയോട് യുദ്ധം ചെയ്യാനാണ് ശ്രമിച്ചത്. അങ്ങനെ ആ യുദ്ധത്തിന്റെ അവസാനത്തിൽ ദേവി തന്റെ വാളുകൊണ്ട് അവന്റെ ശിരസ് ഛേദിച്ച്, മഹിഷാസുരന്റെ ശിരസ് ഛേദിച്ച് താഴെയിട്ടു. തതഃ ഹാ ഹാ കൃതം സർവം ദൈത്യസൈന്യം നനാശതത് പ്രഹർഷം ച പരം ജഗ്മുഹു സകലാ ദേവതാഗണാഃ. തതഃ അനന്തരം തത് ആ സർവദൈത്യ സൈന്യം, അസുര സൈന്യം മുഴുവനും ഹാ ഹാ കൃതം അയ്യോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് നനാശ നശിച്ചുപോയി. ഈ സമയം സകല ദേവതാഗണ, സകല ദേവസമൂഹങ്ങളും പരംപ്രഹർഷം വളരെയധികം സന്തോഷത്തെ ജഗ്മുഹു പ്രാപിക്കുകയും ചെയ്തു. ദേവി മഹിഷാസുരനോട് പറഞ്ഞത് സത്യമായി എന്നർത്ഥം. ഈ നിമിഷം നീ ഉറക്കെ ഗർജിച്ചോളൂ, പക്ഷേ നിന്നെ ഞാൻ വധിച്ചു കഴിഞ്ഞാൽ നിന്റെ ശബ്ദമായിരിക്കില്ല, ദേവന്മാരുടെ ആഹ്ലാദ പ്രകടനമായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്ന് ദേവി പറഞ്ഞത് സത്യമായി. അപ്പോൾ മഹിഷാസുരന്റെ ശിരസ് ഛേദിച്ചതിന് ശേഷം അസുര സൈന്യമൊക്കെ പേടിച്ച് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് അവരും നശിച്ചുപോയി. സകല ദേവസമൂഹങ്ങളും അതോടെ ഏറ്റവും സന്തോഷത്തെ പ്രാപിക്കുകയും ചെയ്തു. തുഷ്ടുവുഹു താം സുരാ ദേവീം സഹ ദിവ്യൈ മഹർഷിഭിഃ ജഗുഹു ഗന്ധർവപദയോഃ നനൃദുഃ ച അപ്സരോ ഗണാഃ. സുരാ ദേവന്മാരും ദിവ്യ മഹർഷിഭി സഹ ദിവ്യ മഹർഷിഭി ദിവ്യന്മാരായ മഹർഷിമാരും താം ദേവീം ആ ദേവിയെ തുഷ്ടുവുഹു വളരെയധികം സ്തുതിച്ചു. ഗന്ധർവപദയോഹോ ഗന്ധർവശ്രേഷ്ഠന്മാർ ജഗുഹു സന്തോഷത്തോടെ ഗാനം ചെയ്തു. അപ്സരഗണാഹ അപ്സരഗണങ്ങൾ നനൃദുഹു നൃത്തം ചെയ്യുകയും ചെയ്തു എന്ന്. ദേവി മഹിഷാസുരനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാരും ദിവ്യന്മാരായ മഹർഷിമാരും ചേർന്ന് ദേവിയെ സ്തുതിച്ചു. ആ സന്തോഷം കൊണ്ട് ഗന്ധർവന്മാർ ഗാനം പാടി, അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ആഹ്ലാദ പ്രകടനം തന്നെയായിരുന്നു അവിടെ ഉണ്ടായത് എന്ന്. ഇതോടെ ദേവി മഹാത്മ്യം മധ്യമചരിതത്തിലെ 3-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മഹാത്മ്യേ തൃതീയഃ.